മലയാളത്തിൽ ആദ്യമായി കാർട്ടൂണിൻ്റെ ലോകം തുറന്നു തന്ന ഒരു ചാനൽ തന്നെയായിരുന്നു കൊച്ചു ടി വി എന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഈ ഒരു ചാനലിൽ എത്താനായിട്ട് കഴിഞ്ഞു എന്നതായിരുന്നു യാഥാർത്ഥ്യം. ഒരിക്കലും മറക്കാനാവാത്ത കാർട്ടൂണുകളും മൂവികളും ടി വി ഷോകളുമെല്ലാം ഈ ഒരു ചാനലിൻ്റെ വിജയത്തിലെ വലിയൊരു കാരണമായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊച്ചു ടി വിയിലെ ഈ ഒരു ഗ്രോത്തിന് വലിയൊരു കാരണമായ 10 കാർട്ടൂണുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ആനിമ എക്സ്പ്ലെയിനർ എന്ന ഈ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഈ 10 കാർട്ടൂണുകളിൽ പല കാർട്ടൂണുകളും നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റും. അതെങ്ങനെയാണ് മലയാളത്തിൽ കാണുക എന്നത് ഓരോ കാർട്ടൂണും പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചു ടി വി എന്ന ചാനലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു കാർട്ടൂൺ സീരീസിൽ ഒന്നായിരുന്നു ഹീമാൻ ദ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ്. ഈ ഒരു കാർട്ടൂൺ ആണെങ്കിൽ ഒരുപാടധികം വലിയൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ പോലും പല ആളുകൾക്കും ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ കൂടിയായിരുന്നു ഹീമാൻ. ഈ ഒരു കാർട്ടൂണിൻ്റെ പ്രധാന തീം എന്നത് മറ്റൊരു ഓൾട്ടർനേറ്റീവ് അരത്തിൽ നടക്കുന്ന ഒരു കഥ തന്നെയായിരുന്നു. ഇറ്റാനയുടെ രാജകുമാരനായ പ്രിൻസ് ആദം പെട്ടെന്നൊരു ദിവസം ഗ്രേസ്കേൽ എന്ന കോട്ടയുടെ അടുത്തെത്തുകയും ആ ഒരു കോട്ടയുടെ സോൾസറുടെ വാളെടുത്ത് ഉയർത്തുകയും ചെയ്യുന്നു. ഈ ഒരു സമയം തന്നെ ഹീമാൻ എന്ന മറ്റൊരു കഥാപാത്രമായി പ്രിൻസ് ആദം മാറുന്നു. ഈ ഒരു കാർട്ടൂണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നത് ഈ ഒരു കാർട്ടൂണിൻ്റെ തുടക്കത്തിലുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു. ഓപ്പണിംഗിലെ മ്യൂസിക്കിൻ്റെ ഒപ്പം ഹീമാൻ എന്ന കഥാപാത്രത്തിൻ്റെ മലയാളം ഡബ്ബിങ്ങും വളരെ അടിപൊളിയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹീമാൻ തിരിച്ചു വരുന്നത് 2021 ഇറങ്ങിയ ഹീമാൻ ദ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ് റെവല്യൂഷൻ എന്ന ഒരു ചെറിയൊരു ആനിമേറ്റഡ് സീരീസിലൂടെയാണ്. ഇപ്പോൾ കറന്റ് ഇയർ 2026 ഹീമാൻ്റെ ലൈവ് ആക്ഷൻ മൂവി വരാനായിട്ട് പോവുകയാണ്. നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ കാർട്ടൂൺ സീരീസ് ആണ് ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ്. ഏറ്റവും കൂടുതൽ കാലം കൊച്ചു ടി വിയിൽ ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ അത് ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് തന്നെയാണ്. ജാക്കി ചാൻ ടോട്ടലായിട്ട് 5 സീസൺ ഉണ്ടായിരുന്നു. 5ഉം അടിപൊളിയായിട്ട് സീസൺ തന്നെയായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും ഓരോരുത്തരുടെ ഡയലോഗും പിന്നെ ഇതിലുള്ള ആക്ഷൻ സീൻസും ഒക്കെ തന്നെ ഈ ഒരു സീരീസിനെ മറ്റൊരു ലെവലിൽ എത്തിക്കുന്നു. ഇപ്പോഴും കൊച്ചു ടി വിയിൽ ജാക്കി ചാൻ ഉണ്ട്. ഇതിനുള്ള കാരണം ജാക്കി ചാൻ എന്ന കാർട്ടൂൺ ഈ ഒരു കാർട്ടൂൺ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു മികച്ച കാർട്ടൂൺ തന്നെയായിരുന്നു ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ്. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്തൊരു കാർട്ടൂൺ സീരീസ് ആണ് പവർ ഹീറോസ്. പവർ ഹീറോസ് എന്നാണ് നമ്മളെല്ലാവരും ഇതിൽ പഠിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേര് ക്ലാസ് ഓഫ് ടൈറ്റൻസ് എന്നാണ്. ഈ ഒരു കാർട്ടൂണിൻ്റെ പ്രധാന സ്റ്റോറി ക്രോണക്സ് എന്ന ദേവനെ തടയാൻ വേണ്ടി ഗ്രീക്ക് മിത്തോളജിയിലെ 7 ദൈവങ്ങൾ ഭൂമിയിൽ അവതരിക്കുന്നു. അതിനുശേഷം ഈ 7 ദൈവങ്ങളും കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരുമിച്ച് ഈ ഒരു വില്ലനെ തടയുന്നതുമാണ് ഈ ഒരു കഥയിലെ പ്രധാനമായ സ്റ്റോറി ലൈൻ. ഈ ഒരു കാർട്ടൂണിൻ്റെയും ഓപ്പണിംഗ് സോങ്ങും സത്യത്തിൽ അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മലയാളത്തിൽ ഈ ഒരു കാർട്ടൂൺ നമുക്ക് കാണാനായി പറ്റും. യൂട്യൂബിലേക്ക് പോയതിന് ശേഷം ഈ ഒരു കാർട്ടൂണിൻ്റെ റിയൽ നെയിമായിട്ടുള്ള ക്ലാസ് ഓഫ് ടൈറ്റൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്യാപ്ഷൻ എന്ന ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ മലയാളം ക്യാപ്ഷൻ ഇട്ട് നമുക്കിത് കാണാനായിട്ട് പറ്റും. നമ്മുടെ ലിസ്റ്റിലുള്ള 4ാമത്തെ കാർട്ടൂൺ സീരീസ് ആണ് സ്റ്റുവേർട്ട് ലിറ്റിൽ. ജാക്കി ചാൻ എന്ന കാർട്ടൂണിന് ശേഷം ഏറ്റവും കൂടുതൽ ടെലികാസ്റ്റ് ചെയ്ത മറ്റൊരു കാർട്ടൂൺ ആയിരുന്നു സ്റ്റുവേർട്ട് ലിറ്റിൽ. സ്റ്റുവേർട്ട് ലിറ്റിലിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഈ ഒരു കാർട്ടൂണിൻ്റെ മലയാളം ഡബ് സത്യത്തിൽ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാടധികം മൂവീസും ഈ ഒരു സ്റ്റുവേർട്ട് ലിറ്റിലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാടധികം ലൈവ് ആക്ഷൻ മൂവീസും ആനിമേറ്റഡ് മൂവീസും ഒക്കെ തന്നെ സ്റ്റുവേർട്ട് ലിറ്റിലിൻ്റെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് പറ്റും. വളരെയധികം പോപ്പുലറായ ഒരു കാർട്ടൂൺ സീരീസ് തന്നെയാണ് സ്റ്റുവേർട്ട് ലിറ്റിൽ. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്തൊരു കാർട്ടൂൺ സീരീസ് ആണ് ഗ്ലോറിയസ് ഹൗസ്. ഈ ഒരു കാർട്ടൂൺ ഇപ്പോൾ മലയാളത്തിൽ പുതിയതായിട്ട് വന്നൊരു കാർട്ടൂൺ തന്നെയാണ്. കൊച്ചു ടി വി പിന്നെയും ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ച ഒരു കാർട്ടൂൺ സീരീസ് ആണ് ഗ്ലോറിയസ് ഹൗസ്. ഈ ഒരു കാർട്ടൂണിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ ഒരു കാർട്ടൂണിൻ്റെ തുടക്കത്തിലുള്ള മ്യൂസിക് തന്നെയായിരുന്നു. തൊട്ടടുത്ത 2 വീടുകൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു ഗ്ലോറിയസ് ഹൗസ് എന്ന ഈ ഒരു കാർട്ടൂണിൻ്റെ മെയിൻ തീമായിട്ടുണ്ടായിരുന്നത്. കോമഡി എൻ്റർടൈനിങ് വൈബിലായിരുന്നു ഈ ഒരു കാർട്ടൂൺ സീരീസ് മൊത്തത്തിൽ ഓടിക്കൊണ്ടിരുന്നത്. കൊച്ചു ടി വിയിൽ ഇപ്പോൾ 6:30-ക്കാണ് ഈ ഒരു കാർട്ടൂൺ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്തൊരു കാർട്ടൂൺ സീരീസ് ആണ് മായക്കണ്ണൻ. ഇതൊരു കാർട്ടൂൺ അല്ല, 3 കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിൻ്റെ ഫസ്റ്റ് സീസൺ മായക്കണ്ണൻ, രണ്ടാമത്തത് മാജിക്കൽ ബഫല്ലോ, മൂന്നാമത്തത് മാജിക്കൽ ടൈഗർ. ഈ ഒരു 3 കഥയുടെയും പ്രധാനമായിട്ടുള്ള തീം
ഈ ഒരു മാജിക് പവറുള്ള 3 ക്യാരക്ടേഴ്സ് വന്ന് അങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3 കഥയുടെയും പ്രധാനമായുള്ള തീം ഇത് തന്നെയായിരുന്നു. ഒരു ചെറിയൊരു കഥ തന്നെയായിരുന്നു മായക്കണ്ണിൽ ഉണ്ടായിരുന്നത്. പക്ഷെ മായക്കണ്ണിലെ മ്യൂസിക് അത് ഒരിക്കലും ഒരാൾക്കും മറക്കാനായിട്ട് കഴിയാത്തത് തന്നെയായിരുന്നു. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്തൊരു കാർട്ടൂൺ സീരീസ് ആണ് ദോസ്ത് ബഡാ ദോസ്ത്. ഈ ഒരു കാർട്ടൂണിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും അധികം കോമഡി ഉള്ള ഒരു കാർട്ടൂൺ തന്നെയാണ്. യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ദോസ്ത് ബഡാ ദോസ്ത് എത്രമാത്രം അടിപൊളിയാണെന്ന്. ഈ ഒരു കാർട്ടൂണിലെ പല എപ്പിസോഡ്സും നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു കാർട്ടൂണും കൊച്ചു ടി വിയിൽ ഒരു ബെസ്റ്റ് കാർട്ടൂൺ തന്നെയായിരുന്നു. നമ്മുടെ ലിസ്റ്റിലുള്ള 8ാമത്തെ കാർട്ടൂൺ സീരീസ് ആണ് ഡ്രാഗൺ ബൂസ്റ്റർ. മനുഷ്യരും ഡ്രാഗൺസും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകം. അവിടെ ഡ്രാഗൺസിനെ കൺട്രോൾ ചെയ്ത് മനുഷ്യനും ഡ്രാഗൺസും തമ്മിലൊരു യുദ്ധത്തിനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു. അതിനെ തടയാനായിട്ട് നോക്കുന്ന ഒരുപാടധികം ഡ്രാഗൺ ബൂസ്റ്റേഴ്സിന്റെ കഥയാണ് ഡ്രാഗൺ ബൂസ്റ്റർ എന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്നത്. ഇതിലുള്ള ഓരോ ഡ്രാഗൺസിന്റെ പവേഴ്സ് ആണെങ്കിലും എബിലിറ്റീസ് ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ള ലെവലിലുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു. ഈ ഒരു കാർട്ടൂൺ കൊച്ചു ടിവിയിൽ നിന്ന് നിർത്താനുള്ള പ്രധാന കാരണം ഈ ഒരു കാർട്ടൂണിലുള്ള ടോയ്സ് ഒന്നും വിറ്റ് പോകാത്തത് കൊണ്ട് തന്നെയായിരുന്നു. എന്തായാലും ഡ്രാഗൺ ബൂസ്റ്റർ എന്നത് കൊച്ചു ടിവിയിലെ ഒരു ബെസ്റ്റ് കാർട്ടൂൺ തന്നെയാണ്. ഇപ്പോഴും പല ആൾക്കാർക്കും ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണും ഡ്രാഗൺ ബൂസ്റ്റർ തന്നെയായിരുന്നു. എന്തായാലും അടുത്തൊരു കാർട്ടൂൺ സീരീസിലേക്ക് പോവാം. നമ്മുടെ ലിസ്റ്റിലുള്ള 9ാമത്തെ കാർട്ടൂൺ സീരീസ് ആണ് മാസുപിലാമി. മഞ്ഞ നിറത്തിലുള്ള വലിയ വാലുള്ളൊരു പ്രത്യേകതരം ജീവിയാണ് മാസുപിലാമി. ഈ ഒരു കാർട്ടൂണിന്റെ ഓരോ എപ്പിസോഡുകളിലും കഥാപാത്രങ്ങൾ നടത്തുന്ന യാത്ര തന്നെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാർട്ടൂണിന് ഒരു ലൈവ് ആക്ഷൻ മൂവിയും ഉണ്ട്. കൊച്ചു ടി വിയിൽ ആ ഒരു മൂവിയും വന്നിട്ടുണ്ട്. കൊച്ചു ടി വിയിൽ ഒരു ബെസ്റ്റ് കാർട്ടൂൺ തന്നെയാണ് മാസുപിലാമി. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ കാർട്ടൂൺ ഒരുപാടധികം പഴയ കാർട്ടൂൺ അല്ലെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു കാർട്ടൂൺ ഒരുപാട് ആളുകൾക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ തന്നെയാണ്. അവസാനത്തെ കാർട്ടൂണാണ് ജിജിഒ ഫുട്ബോൾ. ഫ്യൂച്ചർ വേൾഡിലെ ഫുട്ബോളിന്റെ കഥ പറഞ്ഞൊരു കാർട്ടൂൺ സീരീസ് തന്നെയായിരുന്നു ജിജിഒ ഫുട്ബോൾ. ഈ ഒരു കാർട്ടൂണിനെ പറ്റി ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു കാർട്ടൂണിന്റെ ഏകദേശം എല്ലാ എപ്പിസോഡും നമുക്ക് മലയാളത്തിൽ ഒറിജിനൽ ക്വാളിറ്റി ഡബിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും എല്ലാവരും അത് കണ്ടു നോക്കുക. കൊച്ചു ടി വിയിൽ ഇതുവരെ ടെലികാസ്റ്റ് ചെയ്ത കാർട്ടൂണുകളുടെ അടുത്തൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഒരുപാടധികം കാർട്ടൂണുകൾ ഇനിയും കൊച്ചു ടി വിയിലുണ്ട്. എന്തായാലും ഇനി നിങ്ങളുടെ ഫാൻ ഫേവറേറ്റ് ആയ ആ കാർട്ടൂൺസ് ഏതാണെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കൊച്ചു ടി വി എന്ന ചാനലിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണാം.